ഹായ്, ദേവൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യവട്ടത്തിലെ ഓലനാണ്. അതിന് നമ്മൾ മത്തൻ എടുത്തിട്ടുണ്ട്. ഇത് ഒരു 1/2 കിലോ മത്തനുണ്ട്. വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അതേപോലെ ഇത് നീളം പയർ, ഇതൊരു 2 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 നീളം പയറാണ് എടുത്തിരിക്കുന്നത്. അതും ഇതേപോലെ 1 ഇഞ്ച് ഇതിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ 2 പച്ചമുളകാണ്, ഇത് കീറിയിടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഏത്തക്കയാണ് വേണ്ടത്. ഇതൊരു 1/2 ഏത്തക്ക, ഒരു 1/4 ഏത്തക്കയുണ്ട്. ഒരു ഏത്തക്കയുടെ 1/4 ഭാഗമുണ്ട്. അതും കട്ട് ചെയ്ത് ഞാൻ വെള്ളത്തിലിട്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ അതിൻ്റെ കറ വന്ന് കളർ മാറും. അതും വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വൻപയർ നമ്മൾ ഒരു വിസിൽ കൊടുത്ത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഇത് 2 ടേബിൾ സ്പൂൺ ഇന്നലെ രാത്രി ഞാൻ കുതിർത്ത് വെച്ചതാണ്. അത് സോക്ക് ചെയ്ത് വെച്ചത് ഒറ്റ വിസിലേ കൊടുത്തിട്ടുള്ളൂ. കാരണം അതിന് ഇച്ചിരി വേവുള്ളതുകൊണ്ട് നമ്മളതൊന്ന് കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ വേഗം പണി തീരും. അപ്പം നമ്മുടെ ജോലി എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ ഒരു ശകലം വെള്ളം ചേർത്തിട്ട് നമ്മൾ കുക്കറിൽ ഒരു വിസിലേ കൊടുത്തിട്ടുള്ളൂ. ഇത് വെന്തിട്ടുണ്ട്, കണ്ടോ, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മത്തനും കായും ഇതെല്ലാം വേവിക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ചട്ടിയിലോട്ട് വേവിക്കാം. അപ്പം ഞാനതൊരു മൺചട്ടിയിലാണ് ഞാൻ വെക്കുന്നത്. അത് അടുപ്പ് കത്തിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മത്തനും, ചിലർ കുമ്പളങ്ങ വെച്ചും ചെയ്യും പോലെ, ഞാൻ പക്ഷേ മത്തൻ വെച്ചാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ മത്തൻ വെച്ച് ചെയ്യുന്ന ഓലനാണ് പ്രധാനം. പിന്നെ ഇതാ ഈ കായ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ വേവിച്ച് വെച്ച് വൻപയറും കൂടെ ചേർത്ത് നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലല്പം വെള്ളം ഉണ്ടായിരുന്നു, സൂക്ഷിച്ച് വെള്ളം ഒഴിക്കുക. കാരണം നമ്മൾ പിന്നീട് ഇത് വറ്റിക്കേണ്ട അവസ്ഥ വരുമ്പോൾ കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഒരല്പം നമുക്കൊന്ന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ശകലം, ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം വൻപയറിൻ്റെ വെള്ളം നമ്മൾ ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഒരല്പം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമുള്ള ഒരു ഉപ്പ് എത്രയാണോ അത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനി നമ്മൾ അടച്ച് വെച്ചിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ ചെറുതാക്കിയാൽ മതി. തിളയ്ക്കുന്നവരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളച്ചതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കിത് വേവുന്നവരെ, അതായത് ഇത് കായ വേവുന്നതാണ് ഇതിൻ്റെ പാകം. മത്തൻ പെട്ടെന്ന് വേകും, അതുകൊണ്ട് കായ ഒന്ന് വേകുന്നതാണ് ഇതിൻ്റെ പാകം. അപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ ഓലൻ എവിടം വരെയായി നോക്കാം. നോക്കൂ, വെന്ത വെള്ളമൊക്കെ എല്ലാം നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വന്ന് മത്തനും കായും പയറും ഒക്കെ നല്ല വെന്ത് കറക്റ്റ് വെള്ളം നല്ല കറക്റ്റായിരുന്നു. നമ്മൾ ആദ്യം പയറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടായിരുന്നു അതിൽ. പിന്നെ ഒരു 1/4 കപ്പ് കഷ്ടിച്ച് നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റായിരുന്നു ആ വെള്ളം. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങ പാല് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊരു 1/2 കപ്പ് 1/4 കപ്പ് കഷ്ടിച്ച് തേങ്ങാപ്പാലുണ്ട്. നമ്മളതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. തീ അങ്ങ് നമുക്ക് ഓഫ് ചെയ്യാം. തേങ്ങാപ്പാൽ ചേർത്താൽ പിന്നെ തിളയ്ക്കരുത്. അപ്പം തീ അങ്ങ് ഞാൻ ഓഫ് ചെയ്തു. അപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഇതിലോട്ട് ഇപ്പം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. ഈ സമയത്ത് നോക്കട്ടെ, ഉപ്പ് അല്പം കുറവുണ്ട്. ഇത് ചട്ടിയുടെ ചൂട് കൊണ്ടാണ് ഇതിങ്ങനെ ബബിൾസ് വരുന്നത്. ഞാൻ തീ കെടുത്തിയിട്ടുണ്ട്. ഉപ്പ് കറക്റ്റ് നോക്കട്ടെ. ഇപ്പം എല്ലാം പാകമാണ്, അടിപൊളി ടേസ്റ്റ്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് 5-6 ഇതിൽ കറിവേപ്പില അതൊന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്മിയിട്ട് നമ്മളതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മളെ ഓലൻ റെഡിയായിട്ടുണ്ട്.
ഞാൻ മത്തൻ കൊണ്ടാണ് ഓലൻ ഉണ്ടാക്കുന്നത്. ചിലർ കുമ്പളങ്ങ എടുക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ മത്തനും കുമ്പളങ്ങയും ചേർത്ത് ചിലർ ചെയ്യാറുണ്ട്. ഞാൻ ഇതാണ് ചെയ്യുന്നത്. മത്തനും പയറും കായും വൻപയറും കൂടെ ചേർത്താണ് ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.